തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി അയ്യോ പൊയ്ക്കോടി കളിപ്പാനമ്മേ പയ്യേ എനിക്കു പറപ്പാൻ അയ്യോ പൊയ്ക്കോടി കളിപ്പാനമ്മേ ദേ എനിക്ക് മുകളിലോട്ട് കയറണം, പന്തലിട്ട് തരണം, പൂക്കണം, കായ്ക്കണം. ഇപ്പോൾ ഞാൻ നിനക്ക് താമുകമ്പ് വെച്ചു തരാം, അത് മതിയോ? ഇപ്പോൾ അത് മതി, പിന്നീട് നല്ല താങ്ങ് കമ്പ് വെച്ചതാണ്. എന്നാൽ ശരി, അങ്ങനെ ചെയ്യാം. അച്ഛൻ ആരോടാ വർത്തമാനം പറയണത്? ഇതായി കയ്പവള്ളിയോട്. അച്ഛൻ പറയുന്നത് ഈ കയ്പവള്ളിക്ക് മനസ്സിലാവോ? എന്താ സംശയം? ഞാൻ പറയുന്നത് ഇവൾക്കും ഇവൾ പറയുന്നത് എനിക്കും മനസ്സിലാവും. മോള് കണ്ടോ കയ്പവള്ളി അവളുടെ സ്പ്രിംഗ് പോലുള്ള വിരലുകൾ കൊണ്ട് മുകളിലോട്ട് കയറുന്നത്? കണ്ടു. അച്ഛൻ എന്താണ് കയ്പവള്ളിയോട് പറഞ്ഞത്? നിനക്ക് കമ്പ് പോരല്ലോ, വലിയ പന്തലിട്ട് തരാം എന്നാണ് പറഞ്ഞത്. അച്ഛൻ പറയുന്നത് കയ്പവള്ളി പറഞ്ഞത് അച്ഛനും മനസ്സിലാവില്ല. ആരാ പറഞ്ഞ മനസ്സിലാവില്ലെന്ന്? ഒന്ന് ചെവി ഓർത്ത് നോക്കിക്കേ. ചേച്ചിയുടെ തലയിൽ നിൽക്കാൻ നല്ല സുഖമുണ്ട്. അധികം വെയിലും മഴയൊന്നും കൊള്ളണ്ടല്ലോ. എന്നാൽ മുഴുവൻ വെയിലും മറയ്ക്കല്ലേ. ഓലക്കൈയിലൂടെ എനിക്കും കുറച്ച് വിട്ടു തരണം. അനിയത്തി വിഷമിക്കേണ്ട, എന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കി നിനക്ക് തന്നേക്കാം. അച്ഛാ, അവരുടെ സംഭാഷണം ഞാനും കേട്ടു. ബേഷ്, അതായത് മകൾക്കും മഴകളുടെ ഭാഷ വശമായി.
ഒത്തുചേർന്നവർ തങ്ങൾ തന്നോ